നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ, അതായത് വളരെ കിഴക്ക്, ഏതാണ്ട് തമിഴ്നാടിനോട് അടുത്ത പ്രദേശം നാഗമല, ഇവിടെ ഒരു പുതിയ കുടിവെള്ള പദ്ധതി ആരംഭിക്കുന്നു. വളരെ നല്ല കാര്യം തന്നെ. ഇതിന്റെ പിതൃത്വം അവകാശപ്പെട്ട് MLA-യും ജില്ലാ പഞ്ചായത്ത് അംഗവും രംഗത്ത് വന്നിരിക്കുകയാണ്. ആദ്യം MLA-യുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. സംസ്ഥാന പട്ടിക ജാതി വകുപ്പ്, വികസന വകുപ്പ് നമ്മുടെ എല്ലാ ജില്ലകളിലും കുറേ തുക കുടിവെള്ള പദ്ധതി അടക്കം റോഡടക്കം ഉള്ളത് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ തുക ചെലവഴിക്കുന്നു. അങ്ങനെ ഗവൺമെൻറ് നേരിട്ട് ചെലവഴിക്കുന്ന തുകയിലൊരു പങ്ക് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അതിൽ എൻ്റെ നിർദ്ദേശാനുസരണം കൊല്ലം ജില്ലയ്ക്ക് അനുവദിക്കപ്പെട്ട തുകയിൽ 25 ലക്ഷം രൂപ നാഗമലയിലെ SC കോളനിയിലെ വാട്ടർ സപ്ലൈ സ്കീമിന് വേണ്ടിയിട്ട് നീക്കി വച്ചിരിക്കുകയാണ്. അവിടെ മുമ്പൊരു സ്കീം ഉണ്ടായിരുന്നു. ആ സ്കീമിൻ്റെ പുനരുദ്ധാരണം അടക്കമാണ്. ആ 25 ലക്ഷം രൂപ പുനലൂരെ വാട്ടർ അതോറിറ്റി AXEക്ക് അടിയന്തരമായി തന്നെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടി ജില്ലാ പട്ടിക വികസന ഓഫീസർ വഴി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇനിയിപ്പോൾ ഈ 25 ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഏതെങ്കിലും കരാറുകാരനെ ഏർപ്പെടുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ആ കുടിവെള്ള പദ്ധതി പ്രാവർത്തികമാക്കാൻ കഴിയും. ഗവൺമെൻറ് അതിനുള്ള ഭരണാനുമതിയും നൽകിയിട്ടുണ്ട്. എന്നാൽ ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഈ ഭരണാനുമതിയും പട്ടികജാതി വികസന വകുപ്പ് നൽകിയിട്ടുള്ള ഈ തുകയും ജില്ലാ പഞ്ചായത്തിൻ്റെ തുകയാണ് എന്നുള്ളതിൽ വ്യാജ പ്രചരണം ബന്ധപ്പെട്ട ചിലർ അഴിച്ചുവിടുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് തികച്ചും തെറ്റാണ്. ഈ നാഗമല കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി, SC കോളനിയിലെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പൈസയും ഉൾപ്പെട്ടിട്ടില്ല. പട്ടികജാതി വകുപ്പിൽ നിന്നും വികസന വകുപ്പിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, താങ്കൾ പറഞ്ഞത് വ്യക്തം. ഇനി മറുഭാഗത്തിന് പറയാനുള്ളത് കൂടി കേൾക്കാം. പറയുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ. വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെ കൊണ്ടുപോയി എസ്റ്റിമേറ്റ് എടുത്തു. അതിനുശേഷം SC ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് SC പ്രൊമോട്ടറെ കൊണ്ടുവന്ന് അവിടെ ഫീസിബിലിറ്റി തയ്യാറാക്കി. അതിനുശേഷം SCയുടെ ജില്ലാ ഓഫീസറും ജില്ലാ പ്ലാനിംഗ് ഓഫീസറും വന്ന് സ്ഥലം സന്ദർശിച്ചു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ ഈ കുടിവെള്ള പദ്ധതികൾക്ക് മുഴുവൻ അംഗീകാരവും കിട്ടി. ഈ അംഗീകാരം കിട്ടിയ പദ്ധതിയെ ചില ആളുകൾ പറയുന്നത് അവർ കൊണ്ടുവന്ന പദ്ധതിയാണെന്ന്. ഒരു കാര്യം ചോദിച്ചോട്ടെ, സംസ്ഥാന പട്ടികജാതി വകുപ്പിന്റെ പദ്ധതിക്ക് എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗീകാരം നൽകുന്നത്? അതോ ജില്ലാ പഞ്ചായത്തിന് കീഴിലാണോ പട്ടികജാതി വകുപ്പ്? ഈ MLA-ക്ക് ഇതിലൊന്നും യാതൊരു റോളും ഇല്ലെന്നാണോ താങ്കൾ പറയുന്നത്? ബഹുമാനായ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ അവകാശപ്പെടുന്നത് അവർ കൊണ്ടുവന്നതാണ്. ഞാൻ അതിനെ ഒന്നും എതിർക്കാൻ പോകുന്നില്ല. പക്ഷേ എനിക്ക് അതിനോട് പറയാനുള്ളത് കഷ്ടം എന്നേ പറയാനുള്ളൂ. കാരണം ഒരു ചെറുവിരലനക്കാതെ ഈ കൊണ്ടുവരുന്ന പദ്ധതികളൊക്കെ ഞാൻ കൊണ്ടുവന്നു എന്ന് പറയുന്നത്, ഞാൻ ബോബനം മോളിയിലെ ഒരു കഥാപാത്രത്തെ ഓർത്തു പോവുക. ഈ ബോബനം മോളിയിലെ കഥാപാത്രം ഇങ്ങനെയാ, എന്ത് കൊണ്ടുവന്നാലും ഞാനാണെന്ന് പറയും. ഒടുവിൽ ഒരാൾ വന്നിട്ട് പെട്ടെന്ന് അപ്പുറത്ത് അവർ രണ്ടുപേര് കൂടി നിന്ന് പറയുന്നു, അപ്പുറത്തെ വീട്ടിലെ കക്കൂസ് പൊട്ടി ഒഴുകി എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞ് അതും ഞാനാ കാരണക്കാരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഞാൻ ഓർത്തു പോവുക. ബോബന്റെയും മോളിയുടെയും സ്രഷ്ടാവായ സാക്ഷാൽ ടോംസന് പോലും ഇത്തരം ഒരു കഥാപാത്രത്തെ ഓർമ്മ കാണില്ല. താങ്കളുടെ ഓർമ്മ ഇപ്പോഴും ബാല്യകാലത്താണല്ലോ. വലിയ വലിയ നേതാക്കൾ വലിയ വലിയ പുസ്തകങ്ങൾ ഉദ്ധരിക്കുമ്പോൾ താങ്കൾ കുറഞ്ഞത് ബോബനും മോളിയുമെങ്കിലും ഓർത്തല്ലോ. വലിയ കാര്യം. മറ്റുള്ളവർ പരിശ്രമിച്ച് കൊണ്ടുവരുന്നവരെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് ജനപ്രതിനിധികൾക്കുണ്ടാകണം. ഒരു കാറ്റഗറിക്ക് മുകളിലുള്ള ജനപ്രതിനിധികൾ അത്തരത്തിൽ ചിന്തിക്കുന്നവരാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ജനങ്ങൾ തിരിച്ചറിയും. ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. നാഗമലയിലെ ജനങ്ങൾക്കറിയാം ഈ കുടിവെള്ള പദ്ധതി ആര് കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ പൂന്തോട്ടത്തിലെ ജനങ്ങൾക്കറിയാം ആദ്യം മുതൽ അവസാനം വരെ ഒരു മാസം കഠിനമായ പരിശ്രമം നടത്തിയതിനു ശേഷമാണ് ഈ കുടിവെള്ള പദ്ധതി അനുമതി കിട്ടിയിട്ടുള്ളത്. അത് ചിലപ്പോൾ സത്യമായിരിക്കും. ഈ പദ്ധതിക്കായി വലിയ പരിശ്രമങ്ങൾ തന്നെ ഉണ്ടായി കാണും. പക്ഷെ ആര് പരിശ്രമിച്ചു എന്നതാണ് പ്രധാനം. ഏതായാലും പദ്ധതി ഇനിയും നടപ്പിലായിട്ടില്ല. അതിനു മുൻപ് തന്നെ പിതൃത്വത്തെ ചൊല്ലി അടിയായി. ഇവരെ ആരൊന്ന് പിടിച്ചുകെട്ടും? സംഗതി ബോബനെയും മോളിയെയും തന്നെ ഏൽപ്പിക്കാം.
രണ്ടിനും കഴുത്തിൽ കയറില്ലല്ലോ. നേതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ്. ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട്. ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. ചുമ്മാതെ കളയരുതമ്മിണിയെ, ഒരു സമ്മാനമാക്കൂ സോദരിയെ. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ജനം തന്നെ തീരുമാനിക്കട്ടെ. കുറേയായി മാറി മാറി ഇടതും വലതും ഭരിച്ച് നാട് നന്നാക്കുകയാണല്ലോ. അടിപിടി ഇടിയുടെ കൊടി കൊണ്ട് നടക്കും ഒരിടതനു കൊടുക്കരുതോട്ട്. വെള്ളം ചിരിക്കുന്ന പുളുവടി നടത്തണ വലതനു തരികില്ലൊരോട്ട്. അടിപിടി ഇടിയുടെ കൊടി കൊണ്ട് നടക്കും ഒരിടതനു കൊടുക്കരുതോട്ട്. വെള്ളം ചിരിക്കുന്ന പുളുവടി നടത്തണ വലതനു തരികില്ലൊരോട്ട്. നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന UDF-നെ രക്ഷിക്കാൻ ഒരു ഫോർമുലയുമായി എത്തിയിരിക്കുകയാണ് KPCC ഉപാധ്യക്ഷൻ ഭാരതീപുരം ശശി. കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസ് വക്താക്കളാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് വക്താക്കളിൽ പലരും മാധ്യമങ്ങളോട് പറയുന്നത് പാർട്ടിയുടെ അഭിപ്രായമല്ല, തള്ളക്കോഴിയുടെ ശബ്ദം അനുകരിക്കുന്ന കുഞ്ഞൻ കോഴികളാണിവർ. മുന്നണി സംവിധാനത്തിൽ മുഖ്യകക്ഷികൾ പലപ്പോഴും ഐക്യത്തിന് വേണ്ടി വലിയ വിട്ടുവീഴ്ചകളും ത്യാഗങ്ങളും ചെയ്യേണ്ടി വരും. UDF സംവിധാനത്തിലും ഉമ്മൻചാണ്ടിയും കോൺഗ്രസും വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ട്. വക്താക്കളുടെ അനൌദ്യോഗികമായ അഭിപ്രായ പ്രകടനം ഇത് വില കുറച്ച് കാണിക്കാനേ ഉപകരിക്കൂ. വക്താക്കൾ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. ഉൾപാർട്ടി ചർച്ചകൾ തങ്ങളുടെ ഭാവനയ്ക്ക് അനുസൃതമായി പുറത്ത് മാധ്യമങ്ങളോട് പറയുന്നത് പാർട്ടിക്കും മുന്നണിക്കും ഒരിക്കലും ഗുണകരമായിരിക്കില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ നടന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ചും ശ്രീ മാണിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ സംബന്ധിച്ചും ചില വക്താക്കൾ നടത്തിയിട്ടുള്ള പ്രസ്താവന പാർട്ടിക്ക് തികച്ചും ദോഷകരമാണ്. അങ്ങനെ യാതൊരു കാരണവശാലും പാർട്ടിയുടെ വക്താക്കൾ പറയാൻ പാടില്ല. പാർട്ടി വക്താക്കളെ വച്ചിരിക്കുന്നത് പാർട്ടി യോഗങ്ങളിൽ എടുക്കുന്ന തീരുമാനം മീഡിയയുമായി കൈമാറുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ ഈ വക്താക്കളുടെ വ്യക്തിപരമായ അഭിപ്രായം അവിടെ പറയാനല്ല. ഈ അഭിപ്രായം പറഞ്ഞ പല വക്താക്കളും ഇത് പറയാൻ യാതൊരു കാരണവശാലും പാടില്ലാത്തതാണ്. മേലിലെങ്കിലും ഇത്തരം വക്താക്കളുടെ ഈ തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നിയന്ത്രിക്കാൻ KPCC നേതൃത്വം ശക്തമായി ഇടപെടുക തന്നെ ചെയ്യും. ഇത് ആരെയോ കൊള്ളിച്ചു പറയുന്നതാണ്. ഒന്നും കാണാതെ പട്ടരെ കട്ടത്തറയിൽ നീന്താനിറങ്ങില്ലല്ലോ. വക്താക്കളിൽ ഒരാളായ ശ്രീ പന്തളം സുധാകരനാണ് നാഷണൽ ഗെയിംസിനെതിരായിട്ട് ആരോപണങ്ങളുമായി മീഡിയയുടെ മുമ്പിൽ വന്നത്. അവസാനം ഈ നാഷണൽ ഗെയിംസ് അതിഗംഭീരമായിട്ട് നടന്നു. ഇതിൽ പങ്കെടുത്ത ഒറ്റ ഡെലിഗേറ്റ് പോലും താമസ സൗകര്യത്തെക്കുറിച്ച് പിന്നെ ഭക്ഷണത്തെക്കുറിച്ച് ഒരു പരാതി പോലും ഉണ്ടായില്ല. പരാതി ഉണ്ടായത് പന്തളം സുധാകരനാണ്. അദ്ദേഹം വക്താവെന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഒരിക്കലും പറഞ്ഞുകൂടാത്തൊരു കാര്യമല്ലേ സുധാകരൻ പറഞ്ഞത്. സുധാകരനും കോടിയേരി ബാലകൃഷ്ണനും അതുപോലെ നമ്മുടെ ഗണേഷ് കുമാറുമാണ് നാഷണൽ ഗെയിംസിനെ കുറിച്ച് പരാതി പറഞ്ഞത്. പറഞ്ഞത് സുധാകരനായതുകൊണ്ട് അതിന് വിലയില്ലെന്നുണ്ടോ? പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തളം സുധാകരന്റെ ഗാനമേള എന്ന് പറഞ്ഞ പോലെ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭാരതീപുരം ശശിയെക്കുറിച്ച് സ്വന്തം പാർട്ടിക്കാർക്ക് തന്നെ നല്ല അഭിപ്രായമാണ്. ഇക്കാര്യം അവർ മുൻപേ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. പറയുന്നത് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ K. ശശിധരൻ. ഭാരതീപുരം ശശി ഈ പാർട്ടിയിലെ കോൺഗ്രസിന്റെ അവസാന വാക്കൊന്നുമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ വലിയ പാർട്ടിയിലെ ഒരു ചെറിയ ഗ്രൂപ്പിന്റെ വലിയ നേതാവ് ആയിരുന്നു. ഇനി കുറച്ചു നേരം രാഷ്ട്രീയം വിടാം. അത്യന്തം ഭീകരമായ ഒരവസ്ഥയിലൂടെയാണ് നാടിന്റെ പോക്ക്. വേനൽ കടുത്തതോടെ ജലക്ഷാമം രൂക്ഷം. മാലിന്യ നിക്ഷേപം മൂലം പൊതുനിരത്തിലൂടെ മൂക്കുപൊത്താതെ നടക്കാൻ കഴിയാത്ത അവസ്ഥ. ഇതിനെതിരെ നടപടി സ്വീകരിക്കേണ്ട അധികൃതർ ഉറക്കത്തിലും പ്രതികരിക്കേണ്ട ജനം മൗനത്തിലുമാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അത് മലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അത് മലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ?
ഇതാണ് നാടിന്റെ അവസ്ഥ. ഇനി ജനങ്ങൾക്ക് തീരെ കംഫർട്ടല്ലാത്ത പുനലൂർ നഗരസഭയുടെ കംഫർട്ട് സ്റ്റേഷനിലേക്ക്. ഇവിടെ വാതിലോ കൊളുത്തോ പോയിട്ട് പലപ്പോഴും വെള്ളം പോലും ഉണ്ടാകാറില്ല. ഇത്രയും വൃത്തിഹീനമായ ഒരു കംഫർട്ട് സ്റ്റേഷൻ വേറെ ഉണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്. ജനങ്ങളുടെ വിധി അത് അനുഭവിക്കുക തന്നെ. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് ഭരണത്തിൽ അഴിമതി ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് LDF. ശക്തമായ സമരപരിപാടികളാണ് സഖാക്കൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആര്യങ്കാവ് പഞ്ചായത്തിനെ നമ്മൾ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന കുണ്ടറ പഞ്ചായത്താണെങ്കിൽ ഇവിടെ കോൺക്രീറ്റിനെ സ്നേഹിക്കുന്ന പഞ്ചായത്താണ് ആര്യങ്കാവ് പഞ്ചായത്ത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൊണ്ടുവരിക, അതെല്ലാം ബിനാമി കോൺട്രാക്ടർമാരെ സെറ്റപ്പ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് തീർക്കുക. ഇതിനു വേണ്ടിയിട്ട് ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ ആവശ്യമുണ്ടോ? ഞാൻ ചോദിക്കാം. വലിയ നേതാക്കന്മാർ ഭരിക്കുന്നുണ്ടെന്ന് പറയും. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ദീർഘകാലം നേതൃത്വം കൊടുത്ത് പരിചയമുള്ള നേതാക്കന്മാരാണ്. സാധാരണ നേതാക്കന്മാർക്ക് ഒരു പാർട്ടിയിലൊക്കെയുള്ള പരിചയമാണ്. ഇവിടെ അങ്ങനെയാണോ? പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകൾക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളാണ്, ചെറിയ ആളുകളല്ല. അപ്പൊ ഇവര് കോടിക്കണക്കിന് രൂപ സർക്കാർ ഗ്രാൻഡായിട്ടും ഒക്കെ പഞ്ചായത്തുകൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ പണം കഴിഞ്ഞ 4-4.5 വർഷക്കാലം എന്തിന് വിനിയോഗിച്ചു എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയണം പഞ്ചായത്ത് ഭരണാധികാരി. അപ്പറഞ്ഞത് ന്യായം. ഇതൊക്കെ അറിയാനുള്ള അവകാശം ജനത്തിനുണ്ടല്ലോ. ഏത് ഫണ്ട് സർക്കാരിൽ നിന്ന് വന്നാലും ഒരു 30% പഞ്ചായത്ത് വഹിക്കും. അങ്ങനെയാണ് സാധാരണ ഈ പ്ലാൻ ഫണ്ടൊക്കെ പദ്ധതിയൊക്കെ തയ്യാറാകുമ്പോൾ വിഹിതമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്ര രൂപ, സംസ്ഥാന ഗവൺമെന്റിന്റെ ഇത്ര രൂപ, പഞ്ചായത്ത് ഇത്ര രൂപ വഹിക്കും എന്ന് എഴുതി കൊടുക്കണം. അപ്പൊ വൈസ് പ്രസിഡന്റ് പറയുന്നത് ഞങ്ങള് പ്രോജക്ട് തയ്യാറാക്കുമ്പോഴേ 30% വഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തെറ്റൊന്നും ചെയ്യുന്നില്ലാണ്. എവിടെ കോൺക്രീറ്റ് നടത്തിയാലും 30% പഞ്ചായത്ത് ഭരണസമിതിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പഞ്ചായത്തിന് കോൺക്രീറ്റ് മാത്രമാണോ പ്രധാനമായി ചെയ്യാനുള്ളത്? ആരെ വഹിച്ചാലും അനുഭവിക്കേണ്ടത് ജനങ്ങൾ തന്നെ. എന്നാൽ ഇതിനെതിരെ ഉന്നതർക്ക് പരാതി നൽകിക്കൂടെ? സമരം മാത്രമാണോ മാർഗം? ഞങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഭരണസമിതി അഴിമതി നടത്തുന്നു, ഭരണം മോശമാണ് എന്ന് പറഞ്ഞ് സർക്കാരിന് ഒരു അപേക്ഷ കൊടുക്കാം. ആർക്കാ കൊടുക്കേണ്ട അപേക്ഷ? അതിന്റെ സ്ഥിതി ഇവിടെ മാമ്പഴത്തറ അഴിമതി നടത്തുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഉമ്മൻചാണ്ടിയെ കണ്ട് നമ്മൾ ഒരു പരാതി കൊടുക്കും. ഒരു സ്കൂളില് പഠിക്കാൻ കൊണ്ടിരുത്തിയ പയ്യൻ ബെഞ്ചിൽ മൂത്രം ഒഴിക്കുന്നു എന്ന് കണ്ടിട്ട് അധ്യാപകൻ വൈകുന്നേരം ഈ പയ്യനെ കൊണ്ട് അച്ഛൻ്റെ അടുത്ത് കാര്യം പറയാൻ ചെന്നപ്പോൾ അച്ഛൻ വരാതെ നടന്ന് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ മാമ്പഴത്തറ ഓട്ടിക്കുന്നു എന്ന് നമ്മൾ ആരോട് പറയണം? ഉമ്മൻചാണ്ടിയോട് പറയണം. അതും ശരിയാണ്. പരാതിപ്പെടേണ്ട മുഖ്യൻ തന്നെ പെട്ടു നിൽക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ സമരം തന്നെ മാർഗം. ഏതാണ്ട് 2 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രക്ഷോഭം ഒരുപക്ഷെ നമ്മുടെ നാടിന്റെ സമര ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ടതായി വരുന്ന ഒരു വലിയ സമരം ഈ പഞ്ചായത്തിനെതിരായി നടത്തേണ്ട സാഹചര്യം എന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായി ചർച്ച ചെയ്യുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ജാഥയിലൂടെ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇടതുമുന്നണി നടത്തുന്ന സമരങ്ങളൊക്കെ തന്നെ കേരള ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതി ചേർക്കുന്നവയാണ്. സെക്രട്ടേറിയറ്റ് വളയിലും മാണിയുടെ ബജറ്റിനെതിരെയുള്ള പ്രക്ഷോഭവുമെല്ലാം ഇവയിൽ ചിലതു മാത്രം. ഇതൊക്കെ സഖാവ് മറക്കാതിരുന്നാൽ കൊള്ളാം. രാഷ്ട്രീയത്തിൽ തമ്മിൽ തല്ലും അഴിമതിയുമൊക്കെ പുതുമയുള്ള കാര്യമല്ല. എന്നാൽ ഒത്തിരി പുതുമകളും നല്ല വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച ആഴ്ചവട്ടത്തിലൂടെ കാണാം. നന്ദി, നല്ല നമസ്കാരം.